ടൈം ടേബിൾ നമ്മുടെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് പ്ലാനിങ് ഇതേപോലെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. ആക്ച്വലി പണ്ടൊക്കെ ടൈം ടേബിൾ നോക്കിയിട്ട് ബുക്ക് എടുത്ത് വെക്കാമെന്ന് പറയുന്നതൊക്കെ നമുക്ക് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. അന്ന് നമ്മുടെ ഫേവറേറ്റ് ഹവേഴ്സ് ആയത് പി ടിയോ അല്ലെങ്കിൽ ആർട്ട് ഹവറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ മോളുടെ ഒരു ടൈം ടേബിൾ കാർഡ് ഉണ്ടാക്കുകയാണ് ഞാനിവിടെ. ആൻഡ് ഇപ്പോഴൊക്കെ നിങ്ങൾക്കറിയാം ടൈം ടേബിൾ ഒരു പെർമനൻറ്റ് ടൈം ടേബിൾ കിട്ടാൻ എപ്പോഴും കുറച്ച് സമയമെടുക്കും, ഫസ്റ്റ് തന്നെ കിട്ടില്ല. അങ്ങനെ മോളുടെ ടൈം ടേബിൾ കിട്ടിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു കാർഡ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റ് ഹാഫായിട്ട് മടക്കി, എന്നിട്ട് ഈ കർവ്ഡ് ലൈൻസാണ് യൂസ് ചെയ്തത്. ഒരു ടിപ്പിക്കൽ റെക്റ്റാങ്കുലർ ടൈം ടേബിളിൽ നിന്ന് മാറിയിട്ട് ജസ്റ്റ് ഒരു ബബിൾസ് പോലെയുള്ള ഒരു തീം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 5 ഡേയ്സും അതേപോലെ 7 സബ്ജക്ട്സാണ് ഒരു ദിവസം അവർക്ക് ഉണ്ടാകുന്നത് എക്സെപ്റ്റ് ഓൺ ഫ്രൈഡേ. സോ ആ ഒരു 7 ബബിൾസ് പോലെ സർക്കിൾസ് പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഓൾറെഡി ടേബിളർ കോളം അല്ല, അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ 3 കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറായ ക്രോമീൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഈ ടൈം ടേബിൾ എഴുതിയിട്ട് നമ്മുടെ മെയിൻ റോൾ ചെയ്യുന്നത് ഈ ഒരു ജെൽ പെന്നാണ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കിക്കേ, ജസ്റ്റ് ആ ഒരു ജെൽ പെന്നോട് ഞാനൊരു ഡോട്ടഡ് ലൈൻസ് പോലെ ഒരു ഔട്ട്ലൈൻ പോലെയൊക്കെ കൊടുത്ത സമയത്ത് അത് ആ ഒരു കംപ്ലീറ്റ് ലുക്ക് തന്നെ മാറ്റി, കംപ്ലീറ്റ്ലി ഒരു എസ്തറ്റിക് ഫീലൊക്കെ വരാൻ തുടങ്ങി, ഒരു ജേർണലിങ് ആ ഒരു ലുക്കൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് മൺഡേ ടു ഫ്രൈഡേ എഴുതി, പിന്നെ ഓരോ സബ്ജക്ട്സ് ആയിട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സ്കെച്ച് കൊണ്ട് എഴുതിയിട്ട് ജസ്റ്റ് ഒരു 3D എഫക്റ്റ് പോലെ ജെൽ പെന്നോട് കൊടുക്കുക ചെയ്തത്. പിന്നെ ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹിന്ദിക്കൊരു ഹ, മലയാളത്തിനൊരു മ, പിന്നെ ലൈബ്രറി ഹവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കിൻ്റെ ഐക്കൺ പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഹവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കമ്പ്യൂട്ടർ തന്നെ അങ്ങോട്ടേക്ക് വരച്ചു. ഇതൊക്കെ വരയ്ക്കാൻ വലിയ പണിയൊന്നുമില്ലയെന്ന് നിങ്ങൾക്കും ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ. ആൻഡ് പിന്നെ അവരുടെ ആർട്ട് ഹവർ, അതായത് ഡ്രോയിങ് പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പെയിൻറ്റ് പാലറ്റ് പോലെ വച്ചിട്ടുണ്ട്. ഇതെന്നിട്ടൊരു കാർഡ്ബോർഡ് പീസിൽ സ്റ്റിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സെലോ ടേപ്പ്, അതായത് കുറച്ച് വീതിയുള്ള സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്തത്. സോ ഒരു ലാമിനേറ്റഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.